ഹലോ, നമസ്കാരം. എന്ത് പറയുന്നു പ്രിയജനങ്ങളെ? ഞാനിന്ന് ഒരു പൊതുവായ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടപ്പെടുകയാണ്. ഇന്നലെ ഞങ്ങളുടെ ചേലക്കര നിയോജക മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പായിരുന്നു. അപ്പോൾ ഞാനെല്ലാ വോട്ടും അവസരം കിട്ടുമ്പോഴൊക്കെ രേഖപ്പെടുത്താറുള്ളതിൻ്റെ കൂട്ടത്തിൽ ഇത്തവണയും പോയി തൊട്ടടുത്ത് ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ പോയിട്ട് എൻ്റെ സമ്മതിദാനാവകാശം ബുദ്ധിപൂർവ്വം വിനിയോഗിച്ചു. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ ഞാൻ പ്രത്യേകമായി ശ്രദ്ധിച്ചൊരു കാര്യം, ഈ പുതിയ സാങ്കേതിക വിദ്യയിലൂടെയുള്ള തിരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ചുള്ള ഒരു നിരീക്ഷണമാണ്. സത്യത്തിൽ എനിക്ക് അവിടെ ഇരുന്ന ആ പോളിംഗ് ഉദ്യോഗസ്ഥരോടൊക്കെ ഭയങ്കര ബഹുമാനം തോന്നി. എത്ര ആത്മാർപ്പണത്തോടെയാണ് അവർ തലേ ദിവസം ആ കൊതുകടിയും കൊണ്ടുവന്ന് ആ സ്കൂളിൻ്റെ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിക്കുന്നത് എന്നാലോചിച്ച് ഞാൻ. അപ്പോൾ എല്ലാ നിരീക്ഷണ സംവിധാനങ്ങളും സുസ്ഥിരമായ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യാമറയുണ്ട്, ഇരിക്കാനുള്ള സംവിധാനങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് ഒരു സംശയലേശമന്യേ വലിയ കാത്തിരിപ്പ് കൂടാതെ വ്യക്തമായും കൃത്യമായും നമ്മുടെ സമ്മതിദാനം അവകാശം വിനിയോഗിക്കാനുള്ള സാഹചര്യങ്ങൾ, വോട്ടിംഗ് മെഷീനിലാണെങ്കിലും അതിൽ ആ ഡിസ്പ്ലേയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും VVPAT, നമ്മൾ ചെയ്ത സ്ഥാനാർത്ഥിക്ക് നേരെ വരുന്ന ആ ചിഹ്നം നമ്മൾ ശരിയായിട്ടാണോ സംവിധാനം വിചാരിച്ച് നമ്മുടെ വോട്ട് ശരിയായിട്ടാണോ വീണത് എന്നൊക്കെ അറിയാനുള്ള സംവിധാനങ്ങൾ എന്ന് തുടങ്ങി ഇന്ത്യയുടെ ഒരു ഭരണചക്രം തിരിക്കുന്ന സംവിധാനത്തിലെ ഏറ്റവും വലിയ ഒരു വിഭാഗമായിട്ടുള്ള ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ബോഡി സുസ്ഥിരമായ സേവനം നടത്തുന്ന ഒരു സംവിധാനമാണ്. അതിനോടുകൂടെ തന്നെ നമ്മുടെ പൊതുജനങ്ങളിൽ നിന്നും കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട് പൊതുജന സേവനത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ സിവിൽ സർവൻസ്, അവർ എത്ര നന്നായിട്ടാണ് അവരും അവരുടെ കഴിവുകളെ വിനിയോഗിച്ച് നമുക്ക് വയലേശമന്യേ കുറ്റമറ്റതായ രീതിയിൽ ഈ സംവിധാനാവകാശം വിനിയോഗിക്കാനുള്ള അവസരം ഉണ്ടാക്കി തന്നത്. അപ്പോൾ ഇത്രയും കുറേ മനുഷ്യരുടെ ശ്രമങ്ങളെയും ഫലങ്ങളെയും ബുദ്ധിമുട്ടുകളെയും നമ്മൾ നിസ്സാരവൽക്കരിച്ച് കണ്ടുകൂടാ. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് എല്ലാത്തിനെയും അടച്ചു കുറ്റം പറയുന്ന ഒരു സംവിധാനം. അതൊരിക്കലും ശരിയല്ല എന്ന് എനിക്ക് ഇന്നലെ അവിടെ ചെന്നിട്ടുള്ള എൻ്റെ സാഗൂതമായ നിരീക്ഷണത്തിലൂടെ ഒന്നുകൂടി അടിവരയിട്ട് ഉറപ്പിക്കാനായി. അത് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വോട്ടിംഗ് മെഷീനുകൾ കൃത്രിമം നടക്കുന്നു, അത് നടത്തിപ്പുകാർ കൃത്രിമം നടത്തുന്നു. അങ്ങനെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിനെ ചാച്ചും ചെരിച്ചും വയ്ക്കാവുന്ന ഒരു ഓട്ടക്കലമാക്കി മാറ്റുന്നത് കാണുമ്പോൾ സത്യത്തിൽ അതിൻ്റെ സത്യസന്ധമായ ഒരു അവലോകനം നടത്തുന്ന ഒരു സമ്മതിദായക എന്ന നിലയ്ക്ക് എനിക്ക് ഇവരുടെ പ്രവൃത്തികളോട് വളരെ പുച്ഛം തോന്നിയിട്ടോ. ഇങ്ങനെ സ്വാർത്ഥരാവരുത്. രാഷ്ട്രീയം വേണം, അധികാരം വേണം, അവരെന്തും ചെയ്യട്ടെ. പക്ഷേ അതിനുവേണ്ടി എല്ലാ സംവിധാനങ്ങളെയും ഇങ്ങനെ അടച്ചാക്ഷേപിക്കുന്നത് വളരെ തെറ്റായ ഒരു പ്രവണതയാണ്. അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ. ഇതിൻ്റെ എല്ലാം പിന്നിൽ അഹോരാത്രം പ്രയത്നിക്കുന്ന, എണ്ണയിട്ട യന്ത്രങ്ങൾ പോലെ പ്രവർത്തിക്കുന്ന നമ്മുടെ ഇടയിൽ നിന്ന് തന്നെയുള്ള ഒരു കൂട്ടം മനുഷ്യരെ, അവരുടെ പ്രയത്നത്തെ നമ്മൾ വില കുറച്ച് കാണരുതേ എന്ന അപേക്ഷ മാത്രമാണ് എനിക്കുള്ളത്. നമ്മൾ കൃത്യമായി സമ്മതിദാനാവകാശം വിനിയോഗിക്കുകയും വേണം. എല്ലാവരും വോട്ട് ചെയ്യണം. ഇന്ത്യയിൽ ഒരു നിയമമാണ് ശരിക്ക് വരേണ്ടത്. 100% ആളുകളും നിർബന്ധമായും വോട്ട് ചെയ്യണം. എന്നാലാണ് നമുക്ക് കറക്റ്റായ ശരിയായ തിരഞ്ഞെടുപ്പുകൾ നടത്താൻ പറ്റുള്ളൂ. 50% പേർ വോട്ട് ചെയ്തുവെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന
ഫലം 50% പേരുടെ അഭിപ്രായമേ ആവുന്നുള്ളൂ. നിഷ്പക്ഷരായി നിൽക്കുന്ന, അതിൽ നിന്ന് മാറി നിൽക്കുന്ന ബാക്കി 50% പേരും കൂടി അതിൽ വന്നാലല്ലേ നമുക്ക് ശരിയായൊരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മുഴുവൻ ജനങ്ങളും യുക്തിപൂർവം ഈ വോട്ട് ചെയ്യുക എന്ന അവകാശം ഉപയോഗിക്കാനായി ഒരു നിയമം ഉണ്ടാക്കിയാൽ കൂടെ തെറ്റില്ല. അതൊരിക്കലും നമ്മുടെ അവകാശങ്ങളെ ഹനിക്കലല്ല, നമ്മുടെ അവകാശങ്ങളിൽ കൈകടത്തലുമല്ല. നമ്മുടെ അവകാശങ്ങൾ നമ്മൾ വിനിയോഗിക്കാത്തത് കൊണ്ട് നമ്മളെ ഒന്ന് ഉത്ബോധനപ്പെടുത്തലാണ്. ചെയ്യൂ, ദയവായിട്ട് ശരിയായ തിരഞ്ഞെടുപ്പ് നടത്തൂ എന്ന് പറയുക മാത്രമാണ്. അതുകൊണ്ട് എല്ലാ സംവിധാനങ്ങളും കുറ്റമറ്റതാക്കാൻ പൊതുജനങ്ങളായ നമുക്കുകൂടി ഉത്തരവാദിത്തമുണ്ട്.